പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. വളരെ ഉത്സാഹത്തോടെ ദൈവവചനം പഠിക്കുവാൻ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തെയും ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വെളിപ്പാട് പുസ്തകം തുടർമാനമായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കരുണയുള്ള തമ്പുരാനെ, പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ അപ്പച്ച, തിരുനാമത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വീണ്ടും ഞങ്ങൾ ഒരു പകൽക്കാലം കഴിഞ്ഞ് സന്ധ്യായാമത്തിൽ കർത്താവിന്റെ പാതവിടെ കടന്നു വന്നിരിക്കുക. അനേക രാജ്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ഉയർത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ബൈബിൾ കോളേജിനായി സ്തോത്രം ചെയ്യുന്നു. ലാലു പാസ്റ്ററിനായി, കുടുംബത്തിനായി, മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഷാജി പാസ്റ്ററിനായി സ്തോത്രം. ഇതിനകത്തായിരിക്കുന്ന സകല അഭിഷിക്തന്മാരെ, അഭിഷിക്തന്മാരെ ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തോടെ പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ കർത്താവെ. ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ സകല അധ്യാപകരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മധ്യത്തായിരിക്കുന്ന ഞങ്ങളുടെ ആൻഡ്രോ പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വെളിപ്പാടിലൂടെ പഠിക്കുവാൻ കർത്താവെ, അനേക കാര്യങ്ങൾ ആഴത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഇതുവരെ എല്ലാ ക്ലാസ്സുകളും ഞങ്ങൾക്ക് മഹത്വമാക്കി തീർത്ത ദൈവത്തിന് മുഴുവൻ മഹത്വവും നൽകുന്നു കർത്താവെ. ഞങ്ങൾ അപ്പന്റെ പാതവിടെ ഇരിക്കുക കർത്താവെ. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ പ്രാർത്ഥനയ്ക്കോ കർത്താവെ ഈ ക്ലാസ്സിനോ കണക്കിടരുത് കർത്താവെ. ദൈവത്തിന്റെ സാന്നിധ്യത്തോടുകൂടി ആദ്യം മുതൽ അവസാനമേയും പരിശുദ്ധാത്മാവ് ഇതിനെ നിയന്ത്രിക്കണമേ. അടിയങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ CV ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഈ ടൈമിലെ 8ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവം ഇന്ന് രാത്രികാലം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇതിൻ്റെ അവസരം തന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ലാലു ജേക്കബ് സാറിനായും അതുപോലെ പ്രസന്റ് ആയിരിക്കുന്ന ഷാജി K ദാനിയൽ സാറിനായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത്ര മനോഹരമായ നിലയിൽ വളരെ അച്ചടക്കത്തോടെ, വളരെ ഡിസിപ്ലിനോടുകൂടെ, വളരെ ഓർഗനൈസ് ചെയ്ത് നടത്തുന്ന ഒരു ബൈബിൾ കോളേജാണ് അഗാപ്പെ ബൈബിൾ കോളേജ്. നമ്മളതിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ, ഈ ടൈമിലെ 8ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഫിലദൽഫിയ സഭയെക്കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8ാമത്തെ വാക്യം നമുക്കിപ്പോൾ വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതുമില്ല. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ വാതിലിനെ കുറിച്ച് പഠിപ്പാൻ തക്കോടിയായി. ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹം എന്നാണ് ആ സഭയുടെ ആ പേരിന്റെ അർത്ഥം. അതേ നിലയിൽ ശക്തിയോടെ നിൽക്കുന്ന ഒരു കൂട്ടമായിരുന്നു തുർക്കിയിൽ ഉള്ള ഈ ഫിലദൽഫിയ സഭ. അവര് എണ്ണത്തിൽ അധികം പേരൊന്നുമില്ല. മറ്റു സഭകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂവെങ്കിലും അവർ വളരെയധികം തങ്ങളുടെ ജീവിതം സഭയായി അവർ കാത്തുസൂക്ഷിച്ച് ഒരാൾ മറ്റൊരാളുടെ ഭാരം ചുമന്നുകൊണ്ട് അന്യോന്യം ധൈര്യപ്പെടുത്തി ജീവിക്കുന്ന, ആരാധിക്കുന്ന ഒരു സഭയായിരുന്നു ഫിലദൽഫിയ സഭ. ഈ സഭയെക്കുറിച്ച് അവരുടെ ന്യൂനതകളൊന്നും എടുത്തു കാണിക്കാതെ ആ പേരിന്റെ അർത്ഥമുള്ള ആ സഹോദര സ്നേഹത്തിൽ മുന്നേറുന്ന സഭയോട് കർത്താവ് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്, 1-2 ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യമേ വായിക്കും, സത്യവാനും ദാവീദിന്റെ താക്കോലവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. അവിടെ വരെ നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു ദൈവം അടച്ച വാതിലുകളും ദൈവം തുറന്ന വാതിലുകളെ കുറിച്ചും നമ്മൾ പഠിച്ചാണ് ഈ വേദഭാഗം അവസാനിപ്പിച്ചിരിക്കുന്നത്.
ഇനി നമ്മൾ അടുത്ത വാചകമാണ് പഠിക്കാൻ തക്കമുള്ളത്. തുടർന്ന് 2-3 ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഫിലദൽഫിയ സഭയെ ദൂത് അവസാനിക്കും. അതിനുശേഷം ലവോദിക്ക സഭയെക്കുറിച്ച് ഒരു 5 ക്ലാസ്സുകളുണ്ട്. അത് കഴിയുമ്പം നമ്മുടെ 4-5 അധ്യായങ്ങൾ എടുത്ത് ഈ ടേം അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇവിടെ ദൈവം അടച്ച വാതിലും ദൈവം തുറന്ന വാതിലും. ദൈവം ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ ആർക്കും അത് തുറക്കാനൊക്കത്തില്ല. ദൈവം ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ അത് ആർക്കും അടയ്ക്കാൻ തക്കണം സാധ്യവുമല്ല. വെളിപ്പാട് പുസ്തകം തന്നെ ഒരു തുറന്ന പുസ്തകമാണ്. കാരണം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്നു, അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു തുറന്ന വാതിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ പുസ്തകം, വെളിപ്പാട് പുസ്തകം 22 അധ്യായമുള്ള ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതൊരു തുറന്ന പുസ്തകമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ തുറന്ന വാതിലിനെ കുറിച്ച് കാണുന്നു. അതുപോലെ 22-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം തുറന്ന പുസ്തകമാണ്, ഈ പ്രവചനം മുദ്രയിടരുത്. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നു, മുദ്ര ഇട്ടേക്കാൻ പറഞ്ഞു. ദാനിയേൽ പ്രവചനം വെളിപ്പാട് പുസ്തകം ചേർന്ന് പഠിക്കേണ്ട പുസ്തകമാണ്. അത് മുദ്ര ഇട്ടേക്ക് വെക്കുക, അത് അന്ത്യകാലത്തേക്കുള്ളതാണ്. ഇത് അന്ത്യകാലമായതിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയാണ്, ഇതിനി മുദ്രയിടരുത്, തുറന്നു വെച്ചിരിക്കുന്ന ഒരു പുസ്തകം. 5-ാം അധ്യായം 5-ഉം വാക്യവും 6-ാം അധ്യായം 1-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ തുറന്ന മുദ്രകളെല്ലാം തുറക്കുന്നതായ തുറന്ന മുദ്രകളെ കുറിച്ച് നമുക്ക് പഠിപ്പാൻ കഴിയുന്നു. അത് മുദ്രയിട്ടിരുന്ന കാര്യങ്ങളെല്ലാം മുദ്ര പൊട്ടിക്കുന്ന കാര്യങ്ങളാണ്, തുറക്കുന്ന മുദ്രകൾ. 11-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ വാക്യം പറഞ്ഞു വിടുന്നേ ഉള്ളൂ, ചില വാക്യങ്ങൾ പിന്നെ വായിക്കും. 11-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു എന്ന് വായിക്കും. അപ്പൊ സ്വർഗത്തിൽ ഒരു ദേവാലയം ഉണ്ടെന്നും അത് തുറക്കുന്ന നിമിഷമാണ് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിപ്പാൻ കൊണ്ട് കഴിയുന്നത്. തുറന്ന ദേവാലയം. 19-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. തുറക്കപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തെ വായിക്കുന്നു. 21-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഗോപുരങ്ങൾ തുറന്നിടുന്നു. ഗോപുരങ്ങൾ തുറന്നിടുന്നു, അകത്തോട്ടും കയറാം, പുറത്തോട്ട് ഇറങ്ങിപ്പോകാം. തുറന്ന ഗോപുരം. ഇങ്ങനെ വെളിപ്പാട് പുസ്തകം മുഴുവൻ തുറന്ന അതേ പുസ്തകമായിട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇനിയും ഭാവിയിൽ ഇത് തുറക്കാനും പോവുകയാണ്. താമസിയാതെ തുറക്കാൻ പോകുന്നത് സ്വർഗത്തൊരു വാതിലാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം അത് സഭയുടെ ഉൾപ്രാവണമാണ്. ഇവിടെ തുറന്നിരിക്കുന്ന ഈ വിഷയമാണ്. അത് പഠിക്കാൻ തക്കണം. നിന്റെ വചനത്തിലെ 119-ാം സംഖ്യ നമ്മൾ വായിക്കുന്നു, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കണം എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. നമ്മുടെ കണ്ണുകളൊന്ന് തുറന്നെങ്കിൽ, അതുപോലെ തന്നെ ന്യായപ്രമാണത്തിലെ കർത്താവായ യേശുക്രിസ്തു ഇതൊക്കെ അങ്ങോട്ട് തെളിച്ചു കൊടുത്തപ്പോൾ അത് അവരുടെ ബുദ്ധിയെ തുറന്നു വന്ന് ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമുക്ക് 44-ും 45-ഉം വാക്യങ്ങൾ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് വായിക്കുന്നു. അപ്പൊ ഇതൊക്കെ പഠിക്കാൻ തക്കണം നമ്മുടെ കണ്ണും തുറക്കണം, നമ്മുടെ ബുദ്ധിയും തുറക്കണം. ഇവിടെ സഭയോട് ഇപ്പം പറയാണ്, ഞാനിതൊക്കെ വിശദീകരിച്ച് പറയാതെ ഓടിച്ചൊക്കെ പറയാണ്, നിന്റെ മുമ്പ് ഞാൻ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. അടുത്താണ് വായിക്കുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. അതിനെക്കുറിച്ചൊരു വിവരണം വിവരിച്ചിട്ട് അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ആർക്കും അടച്ചുകൂടാ, അത് നമ്മൾ പഠിച്ചതാണ്. ദൈവം അടച്ചാൽ അത് ആർക്കും തുറക്കാൻ തക്കൊണ്ട് സാധ്യമല്ല. ഇവിടെ നമ്മൾ വായിക്കുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു സൂക്ഷിച്ചു. അല്പമേ ശക്തിയുള്ളെന്ന് പറഞ്ഞാൽ അവർ എണ്ണത്തിൽ വളരെ അത് ചുരുക്കമായിരുന്നു. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തിര, സർദീസ് ഈ സഭകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ലവോദിക്ക ഈ സഭകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ എണ്ണത്തിൽ വളരെ ചുരുക്കമായിരുന്നെങ്കിലും സഹോദര സ്നേഹമുള്ളതിനാൽ ആ സഭ ഒറ്റക്കെട്ടായി നിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ ദൈവത്തിന്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വചനം കുറച്ചുകൂടെ കൂട്ടിയേർക്കല്ലായിരുന്നു ഇവര്. ലഭിച്ച വചനം അവർ കാത്ത് സൂക്ഷിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ വചനം നമ്മളെ ദൈവത്തിന്റെ കൃപയിലേക്ക് നടത്തുവാൻ തക്കണം, നമ്മളെ നിലനിർത്തുവാൻ തക്കൊണ്ടായിട്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞൊരു വാചകമുണ്ട്,
എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. സത്യം നിങ്ങൾ എന്നെ സ്വതന്ത്രരാക്കും. സത്യം തന്നെ നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. വചനമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികെ സാത്താൻ പരീക്ഷിക്കാൻ ചെന്നപ്പോൾ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് അവിടെ സാത്താനെ പരാജയപ്പെടുത്തിയത് വചനം കൊണ്ടാണ്. ഒരു കല്ലപ്പമാകാൻ തക്കണം സാത്താൻ കല്ലെടുത്തുകൊണ്ട് ചെന്നു. നിനക്ക് വിശക്കുന്നല്ലോ, ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സാത്താനെ പരാജയപ്പെടുത്തിയത് കർത്താവ് പൽസിച്ചല്ല, അവസാനമാണ് നീ എന്നെ വിട്ടുപോകാൻ പറഞ്ഞത്. ആദ്യമൊക്കെ വചനം കൊണ്ടാണ് എതിർത്തത്. 3 പരീക്ഷകൾ നടന്നിരുന്നു. ആ 3 പരീക്ഷകളിലും വചനം കൊണ്ടാണ് കർത്താവ് എതിർപ്പാൻ തക്കൊണ്ടായി തീർന്നത്. നിനക്ക് വിശക്കുന്നല്ലോ, ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കാന്നാ പറഞ്ഞത്. ഒരു കല്ലെടുത്തുകൊണ്ടിരിക്കുക, ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കുക. അവനെ പരീക്ഷിക്കുകയാണ്. അത് ഒരു സംശയം ചോദിച്ചോണ്ടാണ്, സംശയത്തിലാണ് ചോദിക്കുന്നത്, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ കൽപ്പിക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. സാത്താൻ അവിടെ പരാജയപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ വചനം നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ വചനം നമ്മളെ നിലനിർത്തത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞ വാചകമാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അതേ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വചനമാണ് നമ്മളെ നിലനിർത്തേണ്ടത്. ആ വചനം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ വചനം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഫിലദൽഫിയ സഭയോട് പറയാണ്, നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. നമുക്കത് അല്പസമയം അവിടെ നിൽക്കാം. സാത്താൻ 2ാമത് പരീക്ഷിച്ചത് എന്താ അറിയാമോ? മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ട് കയറ്റി നിർത്തി. ഈ കാണുന്നെല്ലാം എൻ്റെതാണ്, അതേ നീ കീഴോട്ട് ചാട്. അവിടെയും പറയുന്ന ദൈവത്തിന്റെ പുത്രനെങ്കിൽ കീഴോട്ട് ചാട്. അവൻ എപ്പോഴും ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുകയാണ്. സംശയം കൊണ്ടിരുന്നുണ്ട്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴാണ് സാത്താൻ തന്റെ പരീക്ഷയുമായിട്ട് കടന്നു വരുന്നത്. താൻ ഉപവസിച്ചപ്പോൾ, യേശു ഉപവസിച്ചപ്പോൾ സാത്താൻ വന്നില്ല. ഉപവാസം കഴിഞ്ഞപ്പോഴാണ് വന്നത്. അതേ നമ്മൾ മീറ്റിംഗ് കഴിയുമ്പോഴാണ് സാത്താൻ കയറി പ്രവർത്തിക്കുന്നത്. കൺവെൻഷൻ കഴിയുമ്പോഴാണ് പ്രവർത്തിക്കുന്നത്. കാത്തിരിപ്പം കഴിയുമ്പോഴാണ് കയറി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഉപവാസം കഴിഞ്ഞ ഉടനെ സാത്താൻ വന്നിരിക്കുന്ന അതേ പരീക്ഷിക്കാൻ തക്കൊണ്ട് കടന്നു വന്നിരിക്കുകയാണ്. 1ാമത്തെ പരീക്ഷയിൽ തോറ്റുപോയി. 2ാമത് ദേവാലയ ഗോപുരത്തിന്റെ അറ്റത്ത് കൊണ്ടൊക്കെ നിർത്തി, ഉണർവിന്റെ അറ്റത്ത്. എന്നിട്ട് പറയാ, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ കീഴോട്ട് ചാട്. 91-ാം സങ്കീർത്തനം ഒരു വാക്യം എടുത്താണ് പറഞ്ഞത്, നിന്റെ കാൽ കല്ലിൽ തട്ടി പാതിക്കൊണ്ടും അവർ നിന്നെ കൈകളിൽ വഹിച്ചോളും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്നെഴുതിയിരിക്കുന്നുണ്ട്. വചനം വെച്ച് കർത്താവ് വചനം തുറന്ന് സംസാരിച്ചപ്പോൾ സാത്താനും വചനം തുറന്ന് സംസാരിച്ചു. എന്നാൽ സാത്താൻ യേശു കൊടുത്ത മറുപടി എന്നറിയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിക്കുന്നുണ്ടല്ലോ. അവിടെ എന്നും കൂടി എന്നുള്ള പദം ശ്രദ്ധിച്ചോ? സാത്താൻ എപ്പോഴും സത്യത്തിന്റെ പകുതി വെച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. അത് ഇന്നും ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും. സത്യം മുഴുവൻ പറയത്തില്ല, പകുതി വെച്ച് സംസാരിക്കുക. എന്നാൽ എന്നും കൂടെ അതിൻ്റെ ഒരു മറുവശം കൂടെ ഉണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നല്ലോ വചനം വെച്ച്. സാത്താൻ പരാജയപ്പെട്ടു പോയി. പിന്നെ ഉയർന്ന ഒരു മലയുടെ മുകളിൽ കയറ്റി നിർത്തി പറഞ്ഞു, ഈ കാണുന്നെല്ലാം എൻ്റെതാണ്. വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാമെങ്കിൽ ഞാനിതെല്ലാം നിനക്ക് തന്നേക്കാം. അപ്പോഴാണ് കർത്താവ് പറഞ്ഞ, സാത്താനെ എന്നെ വിട്ടുപോകും. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആ സമയത്ത് 3ാമത്തെ പരീക്ഷയിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ ആയുധങ്ങൾ വെച്ചാണ് സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്നത്. അവിടെ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നല്ലോ. യേശുവിന്റെ അരികെ കൊണ്ടത് എല്ലാ പരീക്ഷയിലും ദൈവത്തിന്റെ വചനം വെച്ചാണ് സാത്താനെ പരാജയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് വചനം അതേ നിലനിൽക്കുന്ന വചനമാണ്, ജീവന്റെ വചനമാണ്. ഈ വചനം നമ്മൾ പഠിക്കുകയും ഈ വചനം നമ്മൾ കരസ്ഥമാക്കുകയും ചെയ്യണം. നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മൾ കാക്കണം. എൻ്റെ നാമം നിഷേധിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും, ഈ സഭയെക്കുറിച്ച് പറയാണ്,
നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. അതേക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എന്നാൽ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ ശക്തിയാണ്. ദൈവത്തിന്റെ വചനത്തിൽ ശക്തിയെക്കുറിച്ച് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-10 വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 12:9-10. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളെ പ്രശംസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും ദൈവിക ശക്തി നമ്മൾ പ്രാപിക്കണം. ആ ശക്തി ദൈവികമായ ശക്തിയാണ്. ആ ശക്തിയിൽ അവർ നിലനിൽക്കുവാൻ തക്കോടിയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് 12-ാം അധ്യായത്തിൽ താൻ അനുഭവിക്കുന്ന ഏറിയ ദർശനങ്ങൾ, വെളിപ്പാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് താൻ അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്: ഞാൻ നകളിച്ചു പോകാതിരിക്കേണ്ടതിന് അതേ എന്നെ കുത്തുവാൻ തക്കണം എൻ്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ഞാൻ നകളിച്ചു പോകാതിരിക്കാൻ തക്കണം എൻ്റെ ജഡത്തിൽ എനിക്ക് ഒരു ശൂലം തന്നിരിക്കുന്നു. അത് സാത്താൻ്റെ ദൂതനെ തന്നെ. എന്നാൽ എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് വായിക്കുന്നു. കർത്താവ് കൊടുത്ത മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി. ഈ ജഡത്തിലെ ശൂലം മാറിക്കിട്ടുവാൻ തക്കണം അപ്പോസ്തലനായ പൗലോസ് 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ ഈ ശൂലം ഒന്ന് മാറ്റിത്തരണമേ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ചിലപ്പോൾ പ്രാർത്ഥന കേൾക്കത്തുമില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി കിട്ടും, ചില പ്രാർത്ഥനയ്ക്ക് ഒട്ടും മറുപടി കിട്ടത്തില്ല. മറുപടി കിട്ടാത്ത ഒരു പ്രാർത്ഥനയാണ് പൗലോസ് ആഗ്രഹിച്ച പോലെ മറുപടി കിട്ടാത്ത ഒരു പ്രാർത്ഥനയാണ്. അതൊരു പ്രാർത്ഥനയാണ്. എൻ്റെ ശൂലം ഒന്ന് മാറിക്കിട്ടാൻ തക്കണം ഞാൻ 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു. എന്താ 3 വട്ടം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ വെച്ച് 3 വട്ടം പിതാവിനോട് അപേക്ഷിച്ചു. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും നിന്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. 3 പ്രാവശ്യം കവിണ് വീണ് പ്രാർത്ഥിച്ചതായി നമുക്ക് ഈ പാനപാത്രം മാറുവാൻ തക്കണം കവിണ് വീണ് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. അത് ക്രൂശിലെ മരണം മാറ്റാൻ വേണ്ടിയല്ല. ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് തന്റെ ശരീരത്തോട് വേർപ്പ് തുള്ളികളായി രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് സാത്താൻ യേശുവിനെ ഒടുക്കിക്കളവാൻ തക്കണം നോക്കുകയാണ്. ആ സമയത്ത് അവിടെ വെച്ച് സാത്താൻ കൂട്ടം തന്നെ ഒടുക്കിക്കളഞ്ഞാൽ അതേ ക്രൂശിലെ മരണം നടക്കത്തില്ല. കാരണം രക്തം വേർപ്പുതുള്ളായിട്ട് പോകണം. ആ സ്ഥാനത്ത് നീ എന്നെ ഒന്ന് ഈ കഷ്ടത മാറ്റാൻ തക്കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. എബ്രായർ 5:9 വായിക്കുന്നു, ഉടൻ തന്നെ ദൈവം തന്റെ ദൂതനെ അയച്ചു, അവന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. തന്നെ ശക്തിപ്പെടുത്തി മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ സമയത്ത് താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. താൻ വന്നത് ക്രൂശിലെ മരണമേക്കാൻ, അത് മാറ്റാനല്ല പ്രാർത്ഥിച്ചത്. അവിടെ വെച്ച് മരണം നടക്കാതിരിക്കാൻ വേണ്ടിയാണ്. 10 പ്രാവശ്യം യേശു ക്രിസ്തുവിനെ കൊന്നുകളമാൻ തക്കൊണ്ട് സാത്താൻ ശ്രമിച്ച അനേക സ്ഥലങ്ങളുണ്ട്. കാരണം അവർക്ക് സാധിച്ചില്ല. കാൽവറിയിലെ മരണം മുഖാന്തരം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് വായിക്കുന്നത്. ഇവിടെ പ്രാർത്ഥന ലഭിക്കാത്ത ഒരു മറുപടി. അവിടെ യേശുവിന് മറുപടി ലഭിച്ചു. 3 വട്ടം പ്രാർത്ഥിച്ചു. ഇവിടെയും 3 വട്ടം പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജഡത്തിൽ ഒരു ശൂലം ഉണ്ട്, അത് സാത്താന്റെ ദൂതനെ തന്നെ. എന്താണ് ശൂലം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് അത് തെളിയിക്കുണ്ടായി. അത് ചിലർ പറയുന്നത് പൗലോസിന്റെ ചെവിവേദനയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പൗലോസിന്റെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു പറയുന്നവരുണ്ട്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പുള്ളിക്ക് വാദമായിരുന്നു. ഇങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങളാണ് അതിനെക്കുറിച്ച്, അബദ്ധ വ്യാഖ്യാനങ്ങളാണ് കാണാൻ കഴിയുന്നത്. അതൊന്നും അല്ല എൻ്റെ വ്യാഖ്യാനം. ജഡത്തിലെ ശൂലം എന്ന് പറഞ്ഞാൽ അതേ പൗലോസ് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴൊക്കെ സാത്താൻ തൻ്റെ പഴയ ഓർമ്മകൾ കൊണ്ടുവരുന്ന കാഴ്ചകളാണ്. നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നീ വലിയ എന്തിനാ അന്യഭാഷ പറയുന്നത് എന്നൊക്കെ ചോദിച്ച്, നിന്റെ അന്യഭാഷ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല സാത്താൻ പറയുന്ന. അതെ, നീ എന്തുമാത്രം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിപ്പാൻ തക്കണം അവരെ ഉപദ്രവിച്ചു, വലിച്ചഴച്ചില്ലേ? അവരുടെ ശരീരത്തിൽ നിന്ന് അതേ തുണിയൊക്കെ മാറിപ്പോയ സമയത്ത് ആ നിലയിൽ തന്നെ വലിച്ചില്ലേ? നീയാണോ ഭക്തൻ? നീയാണോ അന്യഭാഷ പറയുന്നത്? സാത്താൻ ഇങ്ങനെ വന്ന് കുത്തിക്കൊണ്ടിരുന്നു കേട്ടോ. അതുപോലെ ചെയ്ത സന്ദർഭങ്ങൾ സാത്താന്റെ പ്രവർത്തനം. അതായിരുന്നു അവന്റെ ശൂലം. പൗലോസ് തന്റെ സാക്ഷിയിലൊക്കെ എടുത്തു പറയുന്നുണ്ട്, ഞാൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും
അതേ ക്രിസ്ത്യാനികളെല്ലാം കൊന്നും പിടിച്ചവനാണ്. അതെപ്പോഴും താൻ ഓർമ്മയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നീ സ്തേഫാനോസിനെ, ചെറുപ്പക്കാരനെ കൊന്നവനല്ലേ? എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരുത്തൻ, സുന്ദരനായ ഒരു വ്യക്തി, അവനെ കൊന്നവനല്ലേ? നീയാണോ അന്യഭാഷ പറയുന്നത്? ഇതെല്ലാം തൻ്റെ മുമ്പിൽ കൊണ്ടിങ്ങനെ ഓർപ്പിച്ച് കുത്തിക്കൊണ്ടിരിക്കുക. ഇന്നും നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ. ഞാൻ മദ്രാസിലെ മോനെ കാര്യം കഴിഞ്ഞ ദിവസം പറയുണ്ടായി. അത് ഞങ്ങളുടെ സഭയിൽ വന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ ചിലർ അതിന് സഹകരിച്ചില്ല. കാരണം താൻ രക്ഷിക്കപ്പെട്ടു, ശരിയായി രക്ഷിക്കപ്പെട്ടു. അതിന് പേരും പുള്ളിയുടെ സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമ കണ്ട് പലരും അദ്ദേഹം രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും പുള്ളിയെ വിശ്വാസമില്ല. ഒരു ഭാര്യയും ഭർത്താവിനെയും കൊന്നു കളഞ്ഞ ആ കാര്യം ഇന്നും അദ്ദേഹത്തെ കുത്തിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പലരും അദ്ദേഹത്തിന്റെ മീറ്റിംഗിന് ഇരിക്കത്തില്ല. ചിലര് അതിൻ്റെ അകത്തിരുന്ന് അദ്ദേഹത്തിന്റെ സാക്ഷിയൊക്കെ കേൾക്കും. 3 ദിവസം ഞാൻ മീറ്റിംഗ് നടത്തിയതാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കുത്തൽ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നീ ആണോ ഉപവാസം എടുക്കുന്നത്? നീ നുണയും പറഞ്ഞ് നടക്കല്ലേ? ഞാൻ രക്ഷിക്കപ്പെടുന്ന മുമ്പത്തെ കാര്യങ്ങളാണ്, പഴയ കാര്യങ്ങളെല്ലാം ഓർപ്പിക്കുന്ന. അതാണ് ജഡത്തിലെ ശൂലം എന്ന് പറയുന്നത് പൗലോസിനെ. അതൊന്ന് മാറിക്കിട്ടാനാണ് പ്രാർത്ഥിച്ചത്. അന്നേരം കർത്താവ് പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ആ ദൈവത്തിന്റെ കൃപ എടുത്തപ്പോൾ താൻ പറയുകയാണ്, മറുപടി കിട്ടിയ പ്രാർത്ഥന, എൻ്റെ കൃപ നിനക്ക് മതി. താൻ ഉദ്ദേശിച്ച നിലയിലുള്ളൊരു മറുപടി കിട്ടിയില്ല. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ വിഷമഘട്ടത്തിൽ, നിന്നെ ഭാരപ്പെടുന്ന ഈ വിഷമഘട്ടത്തിൽ എൻ്റെ ശക്തി അതേ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലോസാണ് എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലോസ് എന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഈ ശക്തി എന്തോ ഒരു ശക്തിയാണ്. വായിക്കാം, അപ്പോസ്തല പ്രവൃത്തി 1:4-8 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. കർത്താവ് യെരൂശലേമിൽ നിന്ന് അതേ ഒലിമലൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പേ ഗലീല പുരുഷന്മാരുമായിട്ടുള്ള സംസാരം നടന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുത്താൻ ദൂരസ്ഥന്മാർക്കും ഏവർക്കുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും കേട്ടോ. പിന്നെ വേണം സാക്ഷിയാകുവാൻ. അതുകൊണ്ട് എൻ്റെ വാഗ്ദത്ത വചനത്തിനായി കാത്തിരിക്കണം. ആ ശക്തിയാണ് അവർ പ്രാപിച്ചത്. അതെന്തൊരു ശക്തിയായിരുന്നു! യെരൂശലേമിനെ മൊത്തം മുഴക്കിയ ഒരു ശക്തി. ആകാശം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അതേ മർക്കോസിന്റെ മാറിയിലേക്ക് ഇറങ്ങി വന്ന ശക്തി, അതത്ര വലിയ ശക്തിയായിരുന്നു. കൊടുമുഴക്കത്തോടുള്ള ശക്തി. ദേവാലയത്തിൽ വന്നവരെല്ലാം ഓടിക്കൂടി സന്ദർഭം. അതൊരു ശക്തിയായിരുന്നു. ആ ശക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32-33 വാക്യം വായിച്ച് 31 വരെ. 31-ാമത്തെ വാക്യം വായിച്ച് 31-ാമത്തെ വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. 33-ാമത്തെ വാക്യം വായിച്ച്. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ സാക്ഷ്യം പറഞ്ഞു. ഇതൊരു മഹാശക്തിയാണ്. ദൈവത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കണം, അതിനുവേണ്ടി കാത്തിരിക്കണം. അവര് പെന്തക്കോസ്ത് നാൾ മാത്രമല്ല അവർ ആ ശക്തിയിൽ നിലനിന്നത്. അന്ന് പ്രാപിച്ച ശക്തി, അവർ ധൈര്യത്തോടെ പ്രവർത്തിച്ച ആ ശക്തിക്ക് തിരുവചനം കൊടുത്തിരിക്കുന്ന പേര് ഇത് മഹാശക്തി എന്നാണ്. ദൈവത്തിന് മഹാശക്തി. റോമാലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാം. റോമർ 1:20. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളിൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടിരിക്കുന്നു. ഇത് നിത്യശക്തിയാണ്, അവന്റെ നിത്യശക്തി. ആ ശക്തിയാണ് ദൈവം നമ്മുടെ മേൽ പാർന്നത്. ഇതിനെക്കുറിച്ച്, ഈ ശക്തിയെക്കുറിച്ച് ചില ഭേദഭാഗങ്ങൾ മാത്രം ഓടിച്ചു പറഞ്ഞു വിടുകയാണ്. ഇത് മഹാശക്തിയാണ്, ഇത് നിത്യശക്തിയാണ്. ഇനിയും 2 കൊരിന്ത്യർ 4:7 വായിക്കുമ്പോൾ വായിച്ചു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഇതൊരു അത്യന്ത ശക്തിയാണ്. ശക്തിയെക്കുറിച്ചുള്ള
ചില ദൈവത്തിന്റെ വചനത്തിൽ കൊടുത്തിരിക്കുന്ന പേര്. ഇത് മഹാശക്തിയാണ്, ഇത് നിത്യശക്തിയാണ്, ഇത് അത്യന്ത ശക്തിയാണ്. പൗലോസ് പറയാണ്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിലാകുന്നു പകർന്നിരിക്കുന്നത്. D.L. മൂഡി ദൈവത്തിന്റെ വചന ശക്തിയോടെ ഘോഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. താന് ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. എന്നാൽ അവിടുന്ന് താന് ഒരു ദൈവദാസയുടെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്ന് ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് D.L. മൂഡി. അദ്ദേഹത്തെ ഒരു കോളേജിൽ അതേ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ തക്കണം കോളേജ് അധികൃതർ ക്ഷണിച്ചു. അന്ന് D.L. മൂഡിയുടെ പ്രസംഗം കേൾക്കാൻ തക്കണം ആയിരക്കണക്കിന് കോളേജ് കുട്ടികളെല്ലാം കൂടി വന്നു. ആ കോളേജിൽ വെച്ച് താൻ ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹം 2 വാക്കേ പറഞ്ഞുള്ളൂ. കോളേജിലെ ആൾക്കാരെല്ലാം കിടന്ന് കൂവാൻ തുടങ്ങി. കോളേജിലെ കുട്ടികളെല്ലാം കിടന്ന് കൂകാൻ തുടങ്ങി. അദ്ദേഹത്തെ കൊണ്ടൊന്നും പ്രസംഗിപ്പിച്ചില്ല. പ്രസംഗിക്കാതെ വന്നപ്പോൾ അദ്ദേഹം താമസിച്ചത് ഒരു പ്രായമുള്ള ഒരു അമ്മച്ചിയുടെ വീട്ടിലാണ്. അമ്മച്ചിയുടെ ഭവനത്തിൽ താൻ പരിചയപ്പെട്ടായിരുന്നു അവിടെ താമസിക്കാം. ആ ഭവനത്തിലേക്ക് കണ്ണുനീരോടാണ് കടന്നു ചെന്നത്. അപ്പൊ D.L. മൂഡി വരുന്ന കണ്ടപ്പോൾ അമ്മച്ചി പോയില്ല, പ്രായം ചെന്ന് വൃത്തിയാണ്. മൂടി, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഞാൻ നാളെ കോളേജിൽ പോകുന്നില്ല, ഞാൻ പ്രസംഗിക്കാൻ പോകുന്നില്ല. അതെന്താന്ന് ചോദിച്ചു. ഞാൻ ഇന്ന് പ്രസംഗിക്കാതിരുന്നപ്പോൾ കോളേജിലെ പിള്ളേരെല്ലാം കൂടി എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചില്ല. ആ മദാമ വലിയ പ്രാർത്ഥനാ മനുഷ്യത്തെയായിരുന്നു. ആ മദാമ D.L. മൂടി പറഞ്ഞു, മൂടി നീ പ്രസംഗം തയ്യാറാക്കണം, നാളെ നിന്നെ കൊണ്ട് കോളേജിൽ പ്രസംഗിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ ദൂത് തയ്യാറാക്കുക, നാളെ നിന്നെ കൊണ്ട് കോളേജിൽ പ്രസംഗിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ മദാമ അമ്മച്ചി ഉണ്ടല്ലോ, പ്രായമുള്ള അമ്മച്ചി, ഒത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ധൈര്യത്തിൽ ആ ശക്തി പ്രാപിച്ച് ഈ D.L. മൂഡി കോളേജിലേക്ക് കടന്നു ചെന്നു. കോളേജിൽ കടന്നു ചെന്ന് ഞാൻ എഴുന്നേറ്റുന്നപ്പോൾ എന്തോ ഒരു സൈലന്റ് ആണെന്നറിയാമോ, എല്ലാവരും വചനം കേൾക്കാൻ നിൽക്കുകയാണ്. ആ രാത്രി താൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ 100 കണക്കിന് കോളേജ് കുമാരന്മാരെല്ലാം വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് രക്ഷിക്കപ്പെടുവാൻ തക്കൊണ്ടിയായി തീർന്നു. ആ മദാമയുടെ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണ്! ഇത് അത്യന്ത ശക്തിയാണ്. ഈ മദാമ പറഞ്ഞു, മൂടി നീ അന്യഭാഷ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. അതുവരെയും അഭിഷേകം പ്രാപിച്ചിട്ടില്ല, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് താൻ കേട്ടെങ്കിലും അതിനെപ്പറ്റി കാര്യമാക്കിയില്ല. എന്നാൽ കോളേജിൽ നടന്ന ഈ സംഭവത്തോടെ ബന്ധത്തിൽ താൻ ചിക്കാഗോ പട്ടണത്തിന്റെ തെരുവീതിൽ കൂടി നടന്നപ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ആ അമ്മച്ചി എന്നോട് പറഞ്ഞ ആ ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ മേൽ നയിക്കണമേ. ആ ശക്തി വഴിയോടെ നടന്ന തെരുവിൽ കൂടി നടന്നപ്പോൾ, ചിക്കാഗോ തെരുവിൽ കൂടി നടന്നപ്പോൾ ആ ശക്തി തൻ്റെ മേൽ കടന്നു വന്നു. താൻ ആത്മാവിൽ അറിയാൻ തുടങ്ങി. താൻ ഉച്ചരിച്ചുകൂടാത്ത ഭാഷകളെ സംസാരിക്കാൻ തുടങ്ങി, നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർ കാണുമല്ലോ എന്ന് വിചാരിച്ച് താൻ കുറെ ദൂരം നടന്ന അടുത്ത് പരിചയമുള്ള ഒരു വീട്ടിലേക്ക് കയറി. അവിടുത്തെ അമ്മച്ചോട് പറഞ്ഞു, എനിക്കൊരു അല്പസമയത്തേക്ക് ഒരു മുറി തരണമെന്ന് പറഞ്ഞു. ആ മദാമ തുറന്നു കൊടുത്തു. അതേ D.L. മൂഡിയുടെ പരിചയമുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്. ആ മുറിയിലേക്ക് അങ്ങോട്ട് കയറി. അതേ തൻ്റെ മേൽ വന്ന ശക്തി വലിയ ശക്തിയായിരുന്നു, അത്യന്ത ശക്തിയായിരുന്നു. അവസാനം താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ആ പുസ്തകത്തിരിക്കുന്നത്, കർത്താവേ നിർത്തണമേ, ഇനി ശക്തി കൂടുതലയച്ചാൽ ഈ മൺകൂടാരം പൊളിഞ്ഞു പോകും. അതിനുശേഷം ദൈവം തൻ്റെ ദാസനെ ശക്തിയോടെ കരങ്ങളെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ച ഒരു ശക്തനായ വ്യക്തിയാണ് D.L. മൂഡി. ഇതൊരു അത്യന്ത ശക്തിയാണ്. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും ഫിലദൽഫിയ സഭ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർക്ക് ദൈവിക ശക്തി ഉണ്ടായിരുന്നു, അത്യന്ത ശക്തിയാണ്. ഇതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം, അതിന്റെ മുകളിലുള്ള വാക്യം വായിക്കുമ്പോൾ ഒരു കൂടുതലുണ്ട്. അതിനെക്കുറിച്ച് വായിക്കുന്നത് ഇത് അളവറ്റ ശക്തിയാണെന്ന്. അളവറ്റ ശക്തി. ഈ അളവറ്റ ശക്തിയുടെ വലിപ്പം പൗലോസ് വിവരിക്കുകയാണ്. അളവറ്റ ശക്തി. ദൈവത്തിന്റെ പൈതലെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലേ ശക്തി കിട്ടത്തുള്ളൂ, ശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് പ്രവർത്തിച്ച സന്ദർഭം അറിയാം. താനെ പെണ്ണ് കാണാൻ തക്കണം പോയ സന്ദർഭത്തിൽ തന്റെ അപ്പനെ അമ്മയും വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ആദ്യം ഒരു തടസ്സം പറഞ്ഞു, അന്യ ജാതിക്കാർ ഇത് കല്യാണം കഴിക്കരുത്. ഒരു ഫെലിസ്ത്യ കന്യകത്തിന് സ്നേഹിച്ചതാണ്. താനിങ്ങനെ അപ്പനെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അതേ അപ്പനും അമ്മയും മുന്നേ പോവുകയാണ്. ഒരു മുന്തിരിത്തോട്ടത്തിൽ കൂടിയാണ് താൻ കടന്നു പോകുന്നത്. മുന്തിരിത്തോട്ടത്തിൽ കൂടി കടന്നു പോകുന്ന സന്ദർഭത്തിൽ
ഒരു ബാലസിംഹം അവനെതിരായി വന്നു, അവനെ കടിച്ചു കയറാൻ വന്നു. ആ ബാലസിംഹത്തെ കണ്ടപ്പോൾ താൻ പതറിപ്പോയില്ല, കാരണം തന്റെ മേൽ അഭിഷേകമുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ ബാലസിംഹം വന്നിരിക്കാൻ പാടില്ല, ചെറുകുറുക്കന്മാരാ വരുന്നത്. എന്നാൽ ഇവിടെ എങ്ങനെ ഈ ബാലസിംഹം വന്നു? മുന്തിരിത്തോട്ടം ആത്മീയമായ അവസ്ഥയാണ് കാണിക്കുന്നത്. നമ്മുടെ ആത്മീയമായ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഈ ബാലസിംഹം വരുന്നു? അത് ഈ ബാലസിംഹം എവിടെയുമുണ്ട്, സാത്താൻ എവിടെയുമുണ്ട്. ആ ബാലസിംഹം നമ്മൾ നോക്കുമ്പോൾ ഓ അവന് ഒരു ശക്തിയൊന്നുമില്ലെന്ന് പറയും. എന്നാൽ അലറിക്കൊണ്ടാണ് അവന്റെ നേരെ വന്നത്, അവനെ നശിപ്പിക്കാൻ വന്നതാ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ താൻ അതിനേക്ക് ഒരു ആട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കയറി നാം വായിക്കുന്നു. ഇന്ന് രാത്രി കാലം നിന്റെ ജീവിതത്തിൽ നിനക്കെതിരായി വരുന്ന ബാലസിംഹങ്ങളുണ്ട്. എന്നാൽ ഈ സിംഹം വരുമ്പോൾ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലി, നീ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കാണണം. എന്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്താൻ, ഈ പ്രതികൂലത്തെ മാറ്റി തരുവാൻ മതിയായവനാണെന്ന് മനസ്സിലാക്കി അതിനെ നേരിടുവാൻ തക്കോണം ഇന്നിവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള പോരാട്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്റെ പോരാട്ടമാണ് വലുത്. ഈ ബാലസിംഹം വന്ന് നമ്മളെ ഒടുക്കി തകർക്കാൻ നോക്കുക. ഇന്ന് രാത്രി കാലം നിന്റെ മേൽ അടിക്കുന്ന, നിന്നെ കൊന്നുകളയാൻ പതിയിരിക്കുന്ന, നിന്റെ മേൽ അലറിക്കൊണ്ട് വരുന്ന ഈ ബാലസിംഹത്തെ ശിംശോൻ എങ്ങനെ വായിച്ചെന്നറിയാമോ? അതേ കണ്ടെന്നറിയാമോ? അതിനെ അതേ ആട്ടിൻകുട്ടിയായിട്ട് കണ്ടു. നീ അതിനെ നിസ്സാരമായി കാണുന്നു. നിന്റെ ദൈവം നിന്നെ പറഞ്ഞിരിക്കുന്ന ശക്തി കൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ തക്കണം നിന്നെ കൊണ്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. എഫേസ്യർ ലേഖനം 3:7 വായിക്കുമ്പോൾ ഞാനങ്ങ് പറഞ്ഞു വിടാം. എഫേസ്യർ 3:7 ശുശ്രൂഷയ്ക്കായിട്ടുള്ള ശക്തി എന്നാണ് വായിക്കുന്നത്. എടുത്തെങ്കിൽ വായിക്കാം. ശുശ്രൂഷയ്ക്കായിട്ടുള്ള ശക്തി അവിടെ വായിക്കുന്നു. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. നോക്കണമേ, ദൈവം തന്ന ശക്തി കൊണ്ട് ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നു കേട്ടോ. അപ്പൊ ശുശ്രൂഷിക്കാൻ വേണ്ടി എന്ത് വേണം? ദൈവിക ശക്തി വേണം. ഒരു ആള് ആദ്യമായി സഭയുടെ ചാർജ് എടുത്തപ്പം അദ്ദേഹം പറഞ്ഞു, അയ്യോ ഒരു ചെറുപ്പക്കാരനാ, ഇത് നല്ല ശുശ്രൂഷയാന്ന് പറഞ്ഞു. കാരണം സങ്കീർത്തനം വായിക്കാൻ എല്ലാവരും എഴുന്നേക്കാൻ പറയുമ്പോൾ പണക്കാരൻ അച്ചായനും എല്ലാം എഴുന്നേറ്റിരിക്കുന്നു. തന്റെ നാട്ടില് എല്ലാവരും ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നു. ഇത് നല്ല ശുശ്രൂഷയാണ്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോഴാണ് താനെ മനസ്സിലാക്കിയത് ഇത് ഇച്ചിരി പ്രശ്നമുള്ളതാണ്. കാരണം പലരും വിമർശിക്കാൻ തുടങ്ങി. പുള്ളി എല്ലാവരും പറഞ്ഞു, അയ്യോ നാട്ടിൽ നമ്മുടെ അച്ചായന്മാരൊക്കെ ഞാൻ പറഞ്ഞ ഉടനെ എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു. അത് ദൈവത്തിന്റെ ആലത്തി വരുമ്പോൾ ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് മോനെ നിന്നെ ദൈവം മാനിക്കുന്നത്. എന്നാൽ ഇത് നിലനിൽക്കണമെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ശക്തി പ്രാപിക്കണം. ആ മഹാശക്തി, ആ ദൈവശക്തി പ്രാപിച്ചെങ്കിലേ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കണം. പൗലോസ് പറഞ്ഞു, എന്നെ ശുശ്രൂഷയ്ക്കായി ഈ ശക്തി എൻ്റെ മേൽ പകർന്നിരിക്കുന്നു. കൊലോസ്യ ലേഖനം 1:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വായിക്കാമോ? സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അവിടെ വായിക്കുന്നു പൂർണ്ണ ശക്തി കേട്ടോ, പൂർണ്ണ ശക്തി. ദൈവം ഒരുവന്റെ പേർ തന്റെ ശക്തിയെ പകരുമ്പോൾ അവനെ പൂർണ്ണമായി, അതുകൊണ്ടാണ് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ചിലരൊക്കെ അല്ലെലിയ കേട്ട് കഴിഞ്ഞാൽ ഒരു ശക്തി ഇല്ലാത്ത നിലയില്ലേ അല്ലെലിയ ആരും കേൾക്കാതെ പറയുന്നുണ്ട്. ഇവിടെ വായിക്കുന്ന പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ബലത്തോടെ ദൈവത്തെ സ്തുതിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ ശക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പൂർണ്ണ ശക്തി, നമുക്ക് ഈ ശക്തി പൂർണ്ണമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. 2 പത്രോസ് 1:3 വായിക്കുമ്പോൾ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഡിവൈൻ പവർ, ദിവ്യശക്തി, ദൈവിക ശക്തി. എന്താണ് ആ ശക്തി? ആ ശക്തിയാണ് രക്തസ്രവക്കാർത്തിയായ സ്ത്രീ അനുഭവിച്ചത്. 12 വർഷമായി പല വൈദ്യന്മാരെ ചികിത്സിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ അതെ അവിടെ ശരീരത്തോട് രക്തം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ണു മുന്തി, അതേ ശരീരം ക്ഷീണിച്ച് എല്ലും തൊല്ലിയുമായി. പല വൈദ്യന്മാർ തൊട്ടു, ആയുർവേദ വൈദ്യൻ തൊട്ടു, അലോപ്പതിക്കാരൻ തൊട്ടു കേട്ടോ, ഹോമിയോപ്പതിക്കാരൻ തൊട്ടു. പല വൈദ്യന്മാർ അവളുടെ മേൽ കൈവച്ചു. അവിടെ വായിക്കുന്ന അവൾക്ക് ഒട്ടും ഭേദം വന്നില്ല.
അടുത്ത വചനം, അവൾ ഏറ്റവും പരവശിയായി, ഏറ്റവും മരണത്തെ കൊതിച്ചുകൊണ്ടിരിക്കുക, മരണത്തെ കാത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടത്. കർത്താവായ യേശു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ അവന്റെ അരികെ ചെന്ന് അവന്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇവൾ വഴിയോടെ ഇറങ്ങി നടക്കാൻ നിൽക്കുന്ന ഇവള് അശുദ്ധിയായ സ്ത്രീയാണ്. ഇവൾ വളരെ സുന്ദരിയായിരുന്നു, വളരെ സുന്ദരിയായിരുന്നു. എന്നാൽ ഈ അശുദ്ധിയായ സ്ത്രീ ഏതായാലും മരണമാണ്. ഞാൻ അശുദ്ധിയാണെന്ന് കണ്ട് എന്നെ കല്ലെറിഞ്ഞു വന്നാലും ഏതായാലും പറഞ്ഞു നടക്കും, ഇവിടെ കടന്നാലും വരും. കാരണം ശരീരത്തിന്റെ രക്തം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എല്ലും തൊലിയായി, പിശാച് കോലമായി. ഇവള് വഴിയോടെ ഇറങ്ങി ഓടി പുരുഷാരം യേശുവിനെ തിരക്കൊണ്ടിരിക്കുക. ആ തിരക്കിന്റെ ഇടയിൽ കൂടെ ഇവിടെ നുള്ളിക്കറി. ഇവളിങ്ങനത്തോളാന്ന് അറിയാൻ അന്നേരെ അവളെ പെടലിക്ക് പിടിച്ച് താഴെ ഇട്ട് കൊന്നുകളി. അവൾ നുഴഞ്ഞു കയറി കർത്താവിന്റെ അരിക്കത്തെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടപ്പോൾ ഒരു ശക്തി പുറപ്പെട്ടു. അതാണ് ഡിവൈൻ പവർ, ശക്തി. അവിടെ രക്തസ്രവം നിന്നു എന്നാണ് വായിക്കുന്നത്. അവിടെ രക്തസ്രവം നിന്ന് മാത്രമാണോ? അവൾ ആദ്യം ഏത് നിലയിലായിരുന്നു അവിടെ സൗന്ദര്യം മൊത്തം നിമിഷ നേരം കൊണ്ട് വന്നു. കണ്ണ് കണ്ടാൽ പിശാചിന്റെ കണ്ണ് പോലെ ഉന്തി നിൽക്കുകയായിരുന്നു, എല്ലും തൊലിയുമായിരുന്നു. അവിടെ മനുഷ്യരൂപം അവൾക്ക് തിരിച്ചു കിട്ടി. കർത്താവ് സൗഖ്യമാക്കുമ്പം എല്ലും തൊലിയാർ തന്നെ പൊക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല പോകുന്നത്. അവളാ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സൗന്ദര്യം മൊത്തം തിരിച്ചു വന്നു, അവിടെ ശരീരം മൊത്തം തിരിച്ചു വന്നു, അവിടെ ആദിയിലെ അവസ്ഥ മുഴുവൻ തിരിച്ചു വന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നെ തൊട്ടതാരാന്ന് ചോദിച്ചു. അവരെല്ലാം പല അഭിപ്രായം പറഞ്ഞു. നീ എന്ത് പറയുന്നത്? എത്ര പേരാ നിന്നെ തൊട്ടത്? അല്ല, എന്നെ തൊട്ടത് കാണുന്നത്. എന്നാ പക്ഷേ ആവശ്യത്തോടെ തൊട്ട ഒരാൾ ഇവിടെ ഉണ്ട്. കർത്താവിന് അറിയാൻ വയ്യ എന്താണോ? എന്റെ മേൽ ശക്തി ഉറപ്പെട്ടിരിക്കുന്നു. ഇവള് പയറ്റി നിറഞ്ഞ് യേശുവിന്റെ മുന്നിൽ ചെന്ന് അവിടെ വീണു. കർത്താവെ, ഞാനാണ് നിന്നെ തൊട്ടത്. നോക്കിയപ്പോ നമുക്ക് ഒരു അസുഖവും ഇല്ല. അവിടെ അവസ്ഥ അവൾ തുറന്നു പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വാചെന്തറിയാം, മകളെ, നീ പോയി സ്വസ്ഥമായിരിക്കുക. നിന്റെ വിശ്വാസം നിന്റെ ജീവിതത്തിൽ വിടുതൽ തന്നിരിക്കുന്നു. ഇന്ന് രാത്രികാലം ആ ഡിവൈൻ പവർ, ഇന്ന് രാത്രികാലം രോഗികളായി ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ ഇത് വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രികാലം ഒന്ന് പ്രാർത്ഥിക്കൂ. ദൈവം നിന്റെ മേൽ ദിവ്യശക്തി, അതേ ദൈവികമായ ആ വെളിപ്പാടുകളോടുകൂടി നിന്റെ പഴയതെല്ലാം, ശരീരത്തിന്റെ അവസ്ഥകളെല്ലാം മാറ്റി നിന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി ആ ഡിവൈൻ പവർ കൊണ്ട് നിന്നെ ബലപ്പെടുത്തുവാൻ ശക്തനായ ദൈവമാണ്. ദിവ്യശക്തി. 2 തിമോഥെയോസ് 1:8 വായിച്ചേ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. കഷ്ടം സഹിപ്പാനുള്ള ശക്തി കേട്ടോ. കഷ്ടത വരരുതെന്ന്, ഞാൻ കഷ്ടതയായത് എനിക്ക് ഗുണമായി എന്നാണ് അതേ ദാവീദ് പറഞ്ഞത്. എനിക്കൊരു ഗുണമായി കഷ്ടതയിലായത്. എന്നാൽ കഷ്ടം തരുമ്പോൾ ദൈവമേ, ഇത് സഹിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ വായിക്കുന്ന കഷ്ടം സഹിപ്പാനുള്ള കൃപ, കഷ്ടം സഹിപ്പാനുള്ള ശക്തി, അതിന് ശക്തി ആവശ്യമാണ്. അതേ, ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത് ഒരു കോര എന്ന് പറഞ്ഞ ഒരു ചികിത്സക്കാരൻ, അദ്ദേഹം ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് അധികം ആയുസില്ലെന്ന് പറഞ്ഞു, ഉടനെ ആകുമെന്ന് പറഞ്ഞു, ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പൊയ്ക്കോ, ഇവിടെ അതിനുള്ള മരുന്നൊന്നുമില്ല. അയ്യോ, അവനെ ചോദിച്ചു, ഡോക്ടറെ ഒരു ട്രീറ്റ്മെന്റ് പോലും ഇല്ലേ? ഇല്ല. നീ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാൽ നീ മരണം നിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇദ്ദേഹം പേടിച്ച് വിറച്ച് മരണം മുന്നേ കണ്ടുകൊണ്ട് തൻ്റെ വീട്ടിൽ വന്ന് ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ബാധിക്കപ്പെടുന്നത്. കൂട്ടക്കരച്ചിൽ നടക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കോരേ, നിങ്ങൾ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. ആ ഡോക്ടർക്ക് എന്തോ വട്ടാന്ന് പറഞ്ഞു. എന്നാൽ നിന്റെ പ്രശ്നത്തെ സഹായിപ്പാൻ തക്കോണം ദൈവം നമ്മുടെ മധ്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ യേശുക്രിസ്തുവിനുള്ള വചനമെടുത്ത് കർത്താവ് സൗഖ്യമാക്കിയ വിഷയങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി. അത് താൻ കേട്ടു. ആ കുടുംബമുണ്ടല്ലോ, കർത്താവിന്റെ സന്നിധി സമർപ്പിച്ചു. ഈ ചില നാളുകൾക്ക് മുമ്പാണ് അദ്ദേഹം മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഓർത്തോർത്തെങ്കിൽ ചത്തുപോയിന്. എന്നാൽ ആ തക്ക സമയത്ത് ദൈവദൂതനെ പോലെ എന്നെ അയച്ച് ഞാൻ അദ്ദേഹത്തെ സുവിശേഷം പറഞ്ഞ് ശക്തിപ്പെടുത്തി. അദ്ദേഹം അതിന്റെ മുമ്പിൽ താണു കൊടുത്തു. അദ്ദേഹം ദൈവകൃപയിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു.
എത്രയോ വർഷങ്ങൾ ജീവിച്ചിരുന്നു. കഷ്ടം സഹിപ്പാനുള്ള വഴി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ അധൈര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കഷ്ടം സഹിപ്പാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യം വായിച്ചേ. 3-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. രൂപാന്തരപ്പെടുത്തുന്ന ശക്തി നമ്മുടെ കർത്താവിന്റെ വരുമെങ്കിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമുക്ക് സ്വർഗത്തിൽ അനേക കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന സന്തോഷം പേരുണ്ട്. 2 കൊരിന്ത്യർ 5:1 വായിക്കുമ്പോൾ നമുക്കൊരു വീട് സ്വർഗത്തിലുണ്ട്. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. ഒന്ന് നമ്മുടെ പേര്, നിങ്ങളുടെ പേര് സ്വർഗത്തിലിരിക്കുന്ന സന്തോഷിപ്പീൻ എന്നാണ് ലൂക്കോസ് 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഭൂതങ്ങൾ കീഴങ്ങളിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാം പേര് സ്വർഗത്തിലുണ്ട്. 2, നമുക്ക് ഒരു വീട് സ്വർഗത്തിലുണ്ട്. 2 കൊരിന്ത്യർ 5:1 കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. 3, നമുക്കൊരു മഹാപുരം സ്വർഗത്തിലുണ്ട്. എബ്രായർ 4:14 ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരുഷനായിട്ടുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കൊരു മഹാപുരം സ്വർഗത്തിലുണ്ട്. 4, നമുക്കൊരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. മത്തായി 6-ാം അധ്യായം 6-7 പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളി. ഒരു നിക്ഷേപ സ്വർഗത്തിലുണ്ട്. 13 എബ്രായർ 13-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. ഉത്തമ സമ്പത്ത് ഇവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പൗരത്വ സ്വർഗത്തിൽ. ഇന്ത്യൻ പൗരത്വമുള്ള ആൾക്കാരുണ്ട്, അമേരിക്കൻ പൗരത്വമുള്ള ആൾക്കാരുണ്ട്, 2 പൗരത്വമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പൗലോസ് പറയാണ് നമ്മുടെ പൗരത്വ സ്വർഗത്തിലാകും. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമ്പോൾ അവൻ തന്റെ താഴ്ചയുള്ള ശരീരത്തെ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ശക്തി എന്റെ മേൽ വ്യാപരിക്കും. അപ്പൊ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ് ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 4:13 വായിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. നമ്മളെ ശക്തനാക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ ശക്തിയുടെ പ്രാധാന്യം എത്ര വലുതാണ്. നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും, ഞാൻ അടുത്ത വാചകം, നീ എന്റെ വചനം കാത്തു. എന്റെ വചനം കേട്ടോ, എന്റെ വചനം കാത്തു. എന്തെല്ലാം കാത്തു സൂക്ഷിക്കണം നമ്മൾ. വെളിപ്പാട് പുസ്തകം 3:3 വായിച്ചേ. വെളിപ്പാട് 3:3 ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണർന്നിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. നമ്മൾ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് കാത്തുകൊള്ളണം. അതാണ് ഒന്നാമത്തെ വിഷയം. നമ്മൾ അനേക കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്, അനേക കാര്യങ്ങൾ ദൈവത്തിന് പണ്ട് കേട്ടിട്ടുണ്ട്. നീ അത് കാത്തുകൊള്ളണം. ഇവിടെ നീ എന്റെ വചനം കാത്തു എന്നാണ് വായിക്കുന്നത്. നീ എന്റെ വചനം കാത്തു. 3-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചു. പവിത്രതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. നോക്കണമേ, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തു. സഹിഷ്ണുതയെ കുറിച്ച് അവിടെ വായിക്കുന്നു. 1 വചനം കാത്തു, 2 പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് കാത്തുകൊള്ളണം കേട്ടോ. 3 സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തു. സഹിഷ്ണുത എന്താണ്? സഹിഷ്ണുത അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു കേട്ടോ. ഒരിക്കൽ പൗലോസ് പറഞ്ഞതാണ്. ഇന്ന് പലർക്കും സഹിഷ്ണുതയില്ല. സഹിഷ്ണുത ഉള്ളവർ ഭാഗ്യവാന്മാർ എന്ന് നമ്മൾ വായിക്കുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ അറിയുന്നുവല്ലോ. അതാണ് സഹിഷ്ണുത. ഇയ്യോബ് അനുഭവിച്ച സഹിഷ്ണുത കേട്ടോ. ചിലർക്ക് ഒട്ടും സഹിഷ്ണുതയില്ല. ഞങ്ങളുടെ നാട്ടിലെ ഒരു ആലയത്തിൽ ആരാധന കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ അത് ഇറങ്ങി പോകുമ്പോൾ ഒരപ്പച്ച ചുമ്മാ കിടന്ന് ചൂടായി ആൾക്കാരെ വഴക്കുടിക്കുക, വടി അടിക്കാൻ പിള്ളേരെ ഇട്ട് ഓടിക്കുക. അവിടെ ചെല്ലുമ്പോൾ സാക്ഷ്യം ഭയങ്കര കോപിയാ, ആരോട് വലിയ കോപിയാ. ഒരു ദിവസം അവിടെ ഇങ്ങനെ ഒരു സഭായത്തിന് പുള്ളിക്ക് മാനസാന്തരം വന്നു. അതേ എഴുന്നേറ്റ് പ്രതിഷ്ഠിച്ചു, ഇനി ഞാൻ കോപിക്കത്തില്ല, ഞാൻ ഇന്ന് പ്രതിഷ്ഠ എടുത്തിരിക്കുന്നു. പരീക്ഷിക്കാൻ തക്കണം കുഞ്ഞുങ്ങള് സൺഡേ സ്കൂൾ പിള്ളേർ പുറകെ നടന്നു. അപ്പച്ചാ ഇനിയും കോപിക്കത്തില്ലെന്ന് ചോദിച്ചു. ഇല്ല കോപിക്കത്തില്ല, അന്ന് തീരുമാനമെടുത്തു.
ഒരു 3-4 പിള്ളേർ മുന്നേ കയറി വന്ന് ചോദിച്ചു, അപ്പച്ചൻ കോപിക്കത്തില്ലെന്നാണോ പറയുന്നത്? ഞാൻ ഈ കോപിക്കത്തില്ല കുഞ്ഞുങ്ങളെ. പിള്ളേർ വിടുവോ? വീണ്ടും പുറകെ നടന്നു. ഞാനും ആ കൂടുതലുണ്ട്, ഞാനങ്ങനെ ഉപദ്രവിക്കാനൊന്നും പോയില്ല. വീണ്ടും പിള്ളേർ മുന്നേ കടന്നു ചോദിച്ചു, അപ്പച്ചൻ കോപിക്കത്തില്ലെന്നാണോ പറയുന്നത്? ഒയ്യോ, അപ്പച്ചൻ വാടി എടുത്ത് പറഞ്ഞ് അടിച്ച്. സഹിഷ്ണുതയില്ല. വർത്താനം കേട്ടാണല്ലോ, അത് വലിയ സാക്ഷ്യം കേട്ടാൻ. സഹിക്കുന്നവർ, സഹിഷ്ണുതയെ കുറിച്ചുള്ള നമ്മളെല്ലാവരും സഹിഷ്ണുള്ളവരായിരിക്കണം. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ അറിയുന്നുവല്ലോ കേട്ടോ. അവന്റെ അവസാനവും നിങ്ങൾ കണ്ടിരിക്കുന്നു. ഇയ്യോബ് സഹിച്ചവനാ. ഇനി സദൃശവാക്യം 16:20 വായിച്ചേ. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. തിരുവചനം പ്രമാണിച്ചാലുണ്ടല്ലോ നന്മ കണ്ടെത്തും. ആ വചനമാണ് നമ്മൾ കാക്കേണ്ടത്. സദൃശവാക്യം എനിക്ക് ഇഷ്ടമുള്ള സദൃശവാക്യത്തിലെ മുത്തുകൾ എന്ന് പറഞ്ഞ് എനിക്ക് 40ഓളം ബൈബിൾ ക്ലാസ്സുകൾ ഞാൻ എടുക്കാറുണ്ട്. സദൃശവാക്യത്തിലെ മുത്തുകൾ, അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ. കാരണം ദൈവം ശലോമോന് കൊടുത്ത ജ്ഞാനമാണ്. ആ പ്രായമുള്ളവരും ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത്, ദൈവത്തിന്റെ വചനം കാത്തുകൊള്ളുന്നവൻ നന്മ കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തത് കാത്തുകൊള്ളേണ്ടത് നഹൂം പ്രവചനം 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. നഹൂം 2:1. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. സംഹാരകൻ നിനക്കെതിരെ വരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത വാചകം എന്നറിയാമോ? കോട്ട കാത്തുകൊള്ളുക. കോട്ട കാത്തുകൊള്ളുക. എനിക്ക് ആ പദ്ധതി വലിയ സന്തോഷമാണ്. നിന്റെ കോട്ട നീ കാക്കണം. എന്താണ് കോട്ട? ജീവിതമാകുന്ന കോട്ട. ജീവിതമാകുന്ന കോട്ട. ആവർത്തന പുസ്തകം 23-ാം അധ്യായം ഞാൻ എഴുതിയില്ല. ആവർത്തനം 23:9 ഒന്ന് വായിച്ച് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണേ. ഇവിടെ വായിക്കുന്നു, അടുത്ത വായിക്കാൻ പോകുന്ന ആവർത്തനം 23:9. സംഹാരകൻ നിനക്കെതിരെ വരുന്നു, നിന്റെ കോട്ട കാത്തുകൊള്ളുക. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതമാകുന്ന കോട്ട നമ്മൾ കാത്തുകൊള്ളണം. ആ കോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത്. ഇയ്യോബിന് ചുറ്റും ഒരു കോട്ട ഉണ്ടായിരുന്നു. ദൈവം തമ്പുരാൻ അവന് ചുറ്റും ഒരു വേലി കെട്ടിരുന്നു. അത് ഇയ്യോബ് അറിഞ്ഞില്ല. അതാണ് അതിന്റെ വിശേഷം. ഇയ്യോബ് അറിഞ്ഞില്ല. സാത്താൻ അത് കണ്ടുപിടിച്ചു. ദൈവത്തിനും അറിയാം. ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യം സാത്താൻ കണ്ടുപിടിച്ചു. കുറെ ദിവസങ്ങളായിട്ട് എന്നെ നോട്ടമിട്ടിരിക്കുകയാണ്. അവന്റെ അരിക്കൽ നിന്ന് കയറി ചെല്ലാൻ നോക്കിയ സമയത്ത് ഒക്കുന്നില്ല. കാരണം ചുറ്റും വേലിയിട്ടിരിക്കുക. ഒരു ദിവസം ദൈവത്തിന്റെ പുത്രന്മാർ ദൈവസന്നിധി നിൽപ്പാൻ ചെന്നപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, അതേ നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു. അപ്പൊ ദൃഷ്ടി വെച്ചിരിക്കുക പിന്നെ വീഴിക്കാൻ. അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നതിനും ഭൂമിയിൽ ആരുമില്ലല്ലോ. എത്ര 4 ഡോക്ടറേറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. അപ്പൊ സാത്താൻ പറഞ്ഞ വാദം എന്തറിയാമോ? ചുമ്മാതാണോ അവൻ നിന്നെ സേവിക്കുന്നത്? നീ അവന് ചുറ്റും ഒരു വേലി ഇട്ടിരിക്കുന്നു. ആ വേലി ഉള്ളതിന്റെ അഹങ്കാരമാണ് കാണിക്കുന്നത്. അവൻ ഭക്തനൊന്നുമല്ല. ആ വേലി ഒന്ന് പൊളിച്ചാലാ എനിക്കൊന്ന് അനുവാദം തരാമോ? അവൻ നിന്റെ മുഖത്ത് നോക്കി തേച്ചു പറയും. പിന്നെ അവൻ വേലി പൊളിക്കാൻ പോയി. അവിടെ ഒന്നും ഇയ്യോബ് ദൈവത്തെ തള്ളി പറഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരു കോട്ടയുണ്ട്. ആ കോട്ട നീ കാക്കുന്ന കാലത്തോളം സാത്താൻ നിന്റെ ജീവിതത്തിൽ നിന്നെ ആക്രമിച്ച് നിന്നെ തകർക്കാൻ തക്കണം സാധ്യമല്ല. നമ്മുടെ ജീവിതമാകുന്ന കോട്ട നീ കാത്തുകൊള്ളണം. ആവർത്തനം 23:9 വായിച്ചേ. ശത്രുക്കൾക്ക് നേരെ പാളയം ഇറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യമൊന്നും ചെയ്യാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. അത് അണ്ടർലൈൻ ചെയ്യണം എല്ലാ സഹോദരിമാരും കേട്ടോ. ശത്രുവിന് നേരെ നീ പാളയം ഇറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യം ഒന്നും നിന്റെ പാളയത്തിൽ ഉണ്ടാകാതിരിപ്പാൻ നീ സൂക്ഷിക്കണം. ശത്രുവിനെതിരായി പാളയം ഇറങ്ങിയിരിക്കുക കേട്ടോ. ശത്രുവിനെതിരായി യുദ്ധം ചെയ്യുവാൻ അവനെതിരായി പാളയം അടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ അതിർത്തിക്കകത്ത്, നിന്റെ പാളയത്തിനകത്ത് കൊള്ളരുതാത്ത ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ തക്കൊണ്ട് നോക്കണം. ആ കൊള്ളരുതാത്ത കാര്യം ഇത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. കൊള്ളരുതാത്ത കാര്യം. യെരിഹോ പട്ടണം പിടിച്ചടക്കിയ ജനം എങ്ങനെയാണ് ഹായ് പട്ടണത്ത് തോറ്റിപ്പോയത്? പാളയത്തിൽ കൊള്ളരുതാത്ത കാര്യം വന്നു. എനിക്ക് അതിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശത്രു നിനക്കെതിരായി പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ, നീ ശത്രുവിന് നേരെ യുദ്ധത്തിന് പോകുമ്പോൾ കൊള്ളരുതാത്ത കാര്യം ഒന്നും നിന്റെ പാളയത്തിൽ ഉണ്ടാകാതിരിപ്പാൻ തക്ക സൂക്ഷിക്കുക. 36 പേരാണ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ മരിച്ചു പോയത്. ഒറ്റൊരുത്തൻ കാണിച്ച കൊള്ളരുതായ്മയാണ്. അവൻ കൊള്ളരുതാത്ത കാര്യം കാണിച്ചു. യെരിഹോ പട്ടണം വലിയ പട്ടണമാണ്. ഈ പട്ടണത്തോട് ജയിച്ചവർ നിസ്സാരമായ ഒരു ഹായ് പട്ടണത്തോട് തോറ്റുപോയി. അവർ പറഞ്ഞ് 2000-ഓ 3000-ഓ പോയാൽ മതി. എല്ലാം അവിടുന്ന് ഓടിയ അത്ര പരാജയപ്പെടുത്തി അങ്ങ് വിട്ടു. ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ
കോട്ട കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിത പരാജയമാണ്. സമയം പോകുന്നു. 2 തിമോഥെയോസ് 4:8 വായിച്ചു. ഞാൻ നല്ല പോർ പൊരുതു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നമ്മുടെ വിശ്വാസം നമ്മൾ കാത്തുസൂക്ഷിക്കണം കേട്ടോ. പൗലോസിന്റെ അവസാനമായി എഴുതിയ ഒരു ലേഖനമാണ് 2 തിമോഥെയോസ്. താൻ റോമിലെ കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതുകയാണ്. ആ ലേഖനം വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട്. എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. മകനെ തിമോഥെയോസ്, നീ എത്രയും വേഗം ഇങ്ങോട്ട് വരണം കേട്ടോ. വരുമ്പം ഞാൻ അവിടെ വെച്ചു പോന്ന പുതപ്പും കൂടി എടുത്തുകൊണ്ട് വരണം. ശീതകാലം വരുന്നു. അതായിരുന്നു തൻ്റെ ബാക്കിയുണ്ടായിരുന്ന സമ്പത്ത്. ബാക്കിയെല്ലാം താൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തു തീർത്തു. ഇപ്പൊ തനിക്കുള്ളത് ഒരു പുതപ്പ് മാത്രമാണ്. താനൊന്നും ഈ ലോകത്തിൽ സമ്പാദിച്ചില്ല, എന്നാൽ സ്വർഗത്തിൽ സമ്പാദിച്ചു. അവിടെ വായിക്കുന്നത്, നീ വരുമ്പം ആ പുതപ്പും കൂടെ കൊണ്ടുവരണം. ശീതകാലം അടുത്തു. അവിടെ ഞാൻ കുറച്ച് പുസ്തകം വെച്ചിട്ട് അതുകൂടെ കൊണ്ടുവരണം. തിമോഥെയോസ് അതും എടുത്തുകൊണ്ട് പെട്ടെന്ന് അവിടെ യാത്ര ചെയ്ത് എഫെസോസിൽ നിന്ന് പെട്ടെന്ന് പോവുകയാണ്. 70 മൈൽ നടന്ന് താൻ റോമിലെ കാരാഗ്രഹത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കോട്ട കാത്തു സൂക്ഷിച്ച വ്യക്തി, വചനം കാത്തു സൂക്ഷിച്ച വ്യക്തി, വിശ്വാസം കാത്തു സൂക്ഷിച്ച വ്യക്തി. താൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ റോമിലെ ചക്രവർത്തി തന്നെ വാളുകൊണ്ട് കൊന്നു കളഞ്ഞു. എത്ര ദുഃഖത്തോടാണ് തിമോഥെയോസ് തിരിച്ചു വന്നറിയാമോ? എന്നാൽ താൻ അത് എഴുതുന്ന മുമ്പ് മരിക്കുന്ന എഴുതിയൊരു വാചകമാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തായിട്ട് വായിക്കുന്നത്, ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ വിശ്വാസം കാത്തു, എന്റെ നാമം നീ നിഷേധിച്ചില്ല. എനിക്ക് ആ പദം വലിയ ഇഷ്ടമാണ്. ദൈവത്തിന്റെ നാമം നിഷേധിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ദൈവത്തിന്റെ നാമം നമ്മൾ ദുഷിച്ച് പറയരുത്. എന്റെ നാമം കേട്ടോ, എന്റെ നാമത്തിലാണ് സൗഖ്യം ലഭിക്കുന്നത്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ കടന്നു വരും. 2 തിമോഥെയോസ് 2:11-12 വായിച്ച്. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ അവനോട് എങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെ തള്ളിപ്പറയും. നാം തള്ളിപ്പറയും. അവന്റെ നാമം തള്ളിപ്പറയുന്നെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. ഈ നാമം അതേ നിഷേധിക്കരുത്. 40 വിശ്വാസികളെ സ്റ്റാർട്ട് ചക്രവർത്തിയുടെ കാലത്ത് കൊന്നുകളവാൻ തക്കണം തീരുമാനിച്ച ഒരു സന്ദർഭമുണ്ട്. അത് അവിടുത്തെ നദിയിലിട്ട് കൊന്ന് കളയാണ് തീരുമാനിച്ചത്. ഈ 40 പേരെയും അവർ വന്നപ്പോൾ അതിലേക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവരോട്, നിങ്ങൾ യേശുവിനെ തള്ളി പറഞ്ഞാൽ ഇതിൽ നിന്ന് വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഒക്കത്തില്ലെന്ന് പറഞ്ഞു, ഞങ്ങളെ കൊന്നോളാൻ പറഞ്ഞു. അത് ഓരോരുത്തരെയായിട്ട് ഈ ഐസ് നദിയിലേക്ക് വലിച്ചെറിയുകയാണ്. അവർ തണുത്ത് വരവേൽക്കുകയാണ്. അങ്ങനെ 39 പേരെ ഇട്ടു. 40ാമത്തെ വ്യക്തി വന്നപ്പോൾ ഞാൻ തള്ളി പറയുന്നു പറഞ്ഞു, നാമം തള്ളി പറഞ്ഞു. ഉടനെ അത് നയിച്ചുകൊണ്ടിരുന്ന, ഇവരോട് ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന അതേ മെയിൻ ആള് പറഞ്ഞു, ഇവന് വേണ്ടി ഞാൻ ഭരിച്ചോളാം. ഉടനെ അവർ അതിശയിച്ചു പോയി. ഇത്ര നേരം ക്രിസ്ത്യാനികൾക്കെതിരായിരുന്നു, നീ എന്താ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ 39 പേരും ഈ നദിയിലേക്ക് വീഴുമ്പോൾ അവരുടെ തലയിൽ ഒരു കിരീടം വന്ന് വീഴുന്നത് ഞാൻ കണ്ടു. 40ാമത്തെ വ്യക്തി വന്നപ്പോൾ ഒരു കിരീടം ഇറങ്ങി വന്നാണ് അത് അതുപോലെ തിരിച്ചുപോയി. എനിക്കത് പ്രാപിക്കണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് താൻ കർത്താവിന് വേണ്ടി മരിപ്പാത്ത കൊലയായിട്ടുണ്ട്. അവനെ തള്ളിപ്പറയുന്നത്, ഈ നാമം നമ്മൾ തള്ളിപ്പറയരുത്. ഈ നാമം എന്താണ്? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം, യേശു എന്ന നാമം. മത്തായി 1:21, അവൻ തന്റെ ജനത്തെ പാപങ്ങൾ വിടിവിപ്പായിരിക്കുന്നതുകൊണ്ട് അവൻ ഇന്ന് യേശു എന്ന് പേർ വിളിക്കണം. ഈ നാമം വലിയൊരു നാമമാണ്. ഈ നാമം നിങ്ങൾ നിഷേധിച്ചിരുന്നേ. ഇത്രമാത്രം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ നാമം നിഷേധിക്കാൻ നമ്മൾ എത്രയോ പ്രാവശ്യം എൻ്റെ യേശു എന്തിനാ ഇങ്ങനെ എന്നോട് ചെയ്തെന്നൊക്കെ ചോദിക്കാറില്ലേ? അതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സഹിച്ച് ദൈവത്തിന്റെ ആയിരിക്കാണ്ട് നാമം നമ്മൾ ഒരിക്കലും നിഷേധിക്കരുത്. അപ്പോസ്തലപ്രവൃത്തി 5:41 വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. 5:41. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യമായി എണ്ണപ്പെടുകയാൽ അവൻ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ സന്തോഷിച്ചുകൊണ്ട് പോയെന്ന്. തിരുനാമത്തിന് വേണ്ടി. ഈ നാമത്തിന് അശേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ അടിച്ചാ വിട്ടത്. അവിടെ വായിക്കുന്നത് 5-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ, തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാനുള്ള സന്തോഷത്തോടെ അവർ തിരിച്ചുപോയി. ഈ നാമം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു,
വചനമെന്ന് ആദിയിൽ അവന്റെ വചനം നാമമാണ്. ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നമ്മുടെ കർത്താവിന്റെ ഒരു പേര് വചനമെന്നാണ്, ലോഗോസ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വെളിപ്പാട് പുസ്തകം 19-11 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് വെള്ള കുതിരപ്പുറത്ത് വരുമ്പോൾ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്ന ഒരു നാമവും അവനുണ്ട്, അവന് ദൈവവചനം എന്ന് പേർ. കേട്ടോ, വചനം, ദൈവവചനം എന്ന് പേർ. കർത്താവിന്റെ ഒരു പേര് തന്നെ വചനമാണ്. അതല്ലേ പറഞ്ഞ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ വചനം, കേട്ടോ, ഈ നാമം നമ്മൾ നിഷേധിക്കരുത്. ഫിലിപ്പിയർ 2:9-10 വായിച്ചേ. അതുകൊണ്ട് ദൈവവും അവന് ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി ഏറ്റവും മേലായ നാമം നൽകി. ആ പദം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ അവന്റെ മുമ്പിൽ വണങ്ങുന്ന സമയം വരുന്നു. എല്ലാ നാവും കർത്താവ് തന്നെ ദൈവമെന്ന് ഏറ്റുപറയും. കേട്ടോ, ക്രിസ്തുവേശുള്ള അതേ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവർ ദൈവരൂപത്തിരിക്കും. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളം വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. ആ നാമത്തിന്റെ പ്രത്യേകത എന്താ അറിയാമോ? സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവന്റെ മുമ്പിൽ മടങ്ങി കർത്താവേ നീ തന്നെയാണ് കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു സന്ദർഭം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ അതേ പത്രോസ് പറഞ്ഞത് മറ്റൊരുത്തൻ രക്ഷയില്ല. അപ്പോസ്തലൻ 4:12 മറ്റൊരുത്തൻ രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ അതേ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. യേശുവിന്റെ നാമം എന്ന് പറയുമ്പം എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഒരു ക്രിസ്ത്യാനിയാന്ന് പറയുന്നതിന് എനിക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് നമ്മൾ 1 പത്രോസ് 2 പത്രോസ് 3-ാം അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ നാമം ധരിച്ചോ പിന്നെ ദൈവത്തെ ആരാധിച്ചോണ്ട്. ഈ നാമത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ക്രിസ്ത്യാനിയാന്ന് പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ക്രിസ്തു ആണെന്റെ ദൈവം എന്ന് പറയുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നു. എത്രയോ പേര് നോർത്ത് ഇന്ത്യയിൽ കഷ്ടം അനുഭവിക്കുന്നു കർത്താവിന്റെ നാമത്തിന് വേണ്ടി. കാശ്മീരിൽ ഒരു ആന്റണി ലേയ എന്ന് പറയുന്ന ഒരു കുടുംബം, അദ്ദേഹം 8 വർഷം അദ്ദേഹത്തിന്റെ പേര് കുറ്റം ചുമത്തി. അദ്ദേഹം 3 വർഷത്തോളം 2.5-3 വർഷത്തോളം ജയിലിൽ കിടന്നു. അദ്ദേഹം അവിടെ വലിയ സന്തോഷവാനായിരുന്നു. ജയിലിൽ എന്നത് എനിക്ക് സുവിശേഷം പറയാൻ തക്കോടെയായി. അവിടുത്തെ സൂപ്പർവൈസർ തന്നെ മാനസാന്തരപ്പെടുവാൻ തക്കോടെയായി. 3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കി. പക്ഷെ കേസ് തീരത്തില്ല. 8 വർഷത്തോളം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവരെന്നെ വിളിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഭജനമൊക്കെ വായിച്ചിരുന്നവരാണ് അവർ. അവർക്ക് ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഒരു സഹായം ആവശ്യമായിരുന്നു. അത് ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. കാരണം പലരോടും പറഞ്ഞത് ഒരുക്കി കൊടുത്തു. കേസ് തീർന്ന് അവരെ കംപ്ലീറ്റ് അതിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ തക്കൂടെയായി. തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ചു. ഇപ്പൊ ഇവർ എന്തൊരു ഉല്ലാസമാണെന്നറിയാമോ? ആ കേസ് മൊത്തം അവർ പിൻവലിച്ചു. നോക്കണമേ, ഞാൻ പറഞ്ഞു എന്താ താല്പര്യം? തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് അവർ അഭിമാനത്തോടെ നിൽക്കുന്നു. ഞാൻ വ്യക്തമായിട്ട് ചെയ്ത കാര്യങ്ങൾ പറയുന്നില്ല. അവരെ അവിടുന്ന് ഒരു വിടുതലില് ചെയ്യത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ അത് ചെയ്യുവാൻ തക്കൊണ്ണം, അതിന്റെ പുറകിൽ പ്രവർത്തിപ്പാൻ തക്കൊണ്ണം ദൈവം എനിക്കിടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. എഫേസ്യർ 1:20-22 വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ അവൻ ക്രിസ്തുവിനെ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെയിരിക്കുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം
നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം അവനെ ഏറ്റവും ഉയർത്തി കേട്ടോ. ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഉയർത്തപ്പെട്ട നാമമാണ് നമ്മുടെ യേശുവിന്റെ. ഈ നാമത്തിന് വേണ്ടിയാണ് കഷ്ടം സഹിപ്പാൻ തക്കണം അവർ ആഗ്രഹിച്ചത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെയും, യോഹന്നാൻ 14:13-14, എൻ്റെ നാമത്തിൽ ഇതുവരെ നിങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുകയും ഞാനത് ചെയ്തു തരും. നമുക്ക് കർത്താവിന്റെ നാമത്തിൽ നമുക്ക് അപേക്ഷിക്കാം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വാ, ദൈവത്തിന് സ്വന്തം, ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. ലോകത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീബുദ്ധം പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീത്വം പറഞ്ഞിട്ടുണ്ടോ? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ ഞാൻ അവിടെ വരാവുന്ന. ഇന്ന് രാത്രികാലം നമ്മുടെ കൂടെ നമ്മുടെ കർത്താവുണ്ട്. മറ്റൊരുത്തൻ്റെ രക്ഷയില്ല. ഈ നാമം രക്ഷിക്കപ്പെടുവാനുള്ള നാമമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർമാനമാകും നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. പരീക്ഷയ്ക്ക് വരുന്ന ചില ക്വസ്റ്റ്യനൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ ഒരുങ്ങിയിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ ഇന്നും ദൈവം ശക്തീകരിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവഹിതമായ നാളെ വൈകിട്ട് നമ്മുടെ ക്ലാസ് കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ സാക് വർഗീസ് എൻഡ് ടൈം ഇവന്റ്സ് എന്നുള്ള വിഷയം പഠിപ്പിക്കുന്നതാണ്. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ സമയത്തിനായി അടിയൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധനെ കർത്താവെ, ഇന്ന് രാത്രി കാലം വളരെ ഹല്ലേലൂയ ആത്മാവിന്റെ അഭിഷേകത്തോടെ കർത്താവെ വളരെ ആഴത്തിൽ നിന്നും കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവ് ആൻഡ്രൂസാറിനെ ഞങ്ങളെ പഠിപ്പിച്ചു തരുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ദാസനിരുന്ന് ബലപ്പെടുത്തിയല്ലോ. അവിടുന്ന് കർത്താവെ പ്രത്യേക അഭിഷേകം കൊണ്ട് നിറച്ചല്ലോ. കർത്താവെ, എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അപ്പാ, കേൾപ്പിച്ച ദൈവിക ആലോചനകൾ കർത്താവെ, ആ ദൈവിക വചനങ്ങൾ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയമാകുന്ന മാംസപ്പലകിൽ തന്നെ കൊത്തിയിടുവാൻ, അത് കർത്താവെ കർത്താവിന്റെ ദൈവരാജ്യ മഹത്വത്തിനായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ഷായി സാറിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ലാലു സാറിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പൊ ഓരോ ഡിവൈസിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരും ഞങ്ങൾ ഇന്ന് രാത്രികാലം ഒരുമിച്ച് അനുഗ്രഹിക്കണം. കർത്താവ് പ്രാർത്ഥന യാചനം കേട്ടിരിക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്കായി ജീവൻ തന്ന ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി ഉത്തരമരുളുമാറാകണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ ആമേൻ. ആമേൻ ആമേൻ. 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 പാസ്റ്റർ അങ്ങ് ആശീർവാദം പറഞ്ഞാൽ ഞാനോ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോട് ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോട് ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.